രാഷ്ട്രീയ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നതിന് ബോളിവുഡ് നടി താപ്സി പന്നു നൽകിയ വിശദീകരണം വലിയ ചർച്ചയായി. എനിക്ക് ഈ രാജ്യത്ത് ഇനിയും ജീവിക്കണം എന്നായിരുന്നു താപ്സി പറഞ്ഞ വിശദീകരണം. ഒരു ചാനൽ ഷോയിലായിരുന്നു താപ്സിയുടെ വൈറൽ മറുപടി. बैंड 5 में रैपिड फायर का ये अहम सवाल, पसंदीदा राजनेता कौन? मुझे अभी भी इस देश में रहना है. വിവരങ്ങളുമായിട്ട് അഖില CP ആണ് ചേരുക. അഖില, ഇതിപ്പം ഇതെന്താ നടന്നതെന്ന് പറയേണ്ടതില്ല, ആളുകളെല്ലാം കണ്ടു എന്ന് മാത്രമല്ല ഇതിപ്പോൾ കാണാത്ത ആളുകളുണ്ടാകില്ല. ഒരുവിധപ്പെട്ട വലിയ തോതിൽ വൈറലായ ദൃശ്യമാണത്. ഇനി അറിയാനുള്ള എന്താണ് സംഭവിച്ചത് അതിനുശേഷം താപ്സി പന്നുവിന് എന്നാണ്. ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങളും മറ്റുമൊക്കെ വന്നോ? അതിൻ്റെ തുടർ ചർച്ചകൾ എങ്ങനെയാണ്? സനീഷ്, എന്തായാലും താപ്സി പന്നുവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം TV9 നൽകിയ ഒരു അഭിമുഖത്തിനിടയിലാണ് താപ്സി പന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെയും മോദിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും 2 ഫോട്ടോകൾ വെക്കുന്നു. റാപ്പിഡ് ഫയർ ഒരു വിഭാഗത്തിൽ നടക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാതെ തന്നെ താപ്സി പന്നു ഓടിച്ചെന്ന് മോദിയെ തൊടുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു പരാമർശമായിരിക്കും, മോദിയെ തെരഞ്ഞെടുത്തത് അങ്ങനെയായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വീണ്ടും അതിനടുത്തുള്ള തുടർ പരാമർശമാണ് ഏറെ വിവാദത്തിലാക്കിയത്. കാരണം എനിക്ക് ഇനിയും ഈ രാജ്യത്ത് ജീവിക്കണം എന്നുള്ളൊരു പരാമർശമാണ് താപ്സി പന്നു നടത്തിയത്. അതായത് ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഏതൊരു മനുഷ്യനും നേരിടുന്നുണ്ട് എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയുകയാണ് താപ്സി പന്നു എന്നുള്ളതാണ് ഈ അനുകൂല പരാമർശങ്ങൾ. അതായത് താപ്സി പന്നുവിനെ അനുകൂലിക്കുന്നവരുടെ പരാമർശം, അതായത് രാജ്യത്ത് ഇന്നുള്ള രാഷ്ട്രീയ സാഹചര്യം താപ്സി പന്നു ഉറക്കെ വിളിച്ചു പറയുകയാണ് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ തിരഞ്ഞെടുത്ത് മിണ്ടാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ തിരഞ്ഞെടുത്ത് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ മോദിയെ തിരഞ്ഞെടുത്ത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് രാജ്യത്തിന്റെ വലിയ പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാം, ബോളിവുഡുള്ള മേഖലയിൽ സിനിമ എല്ലാവരും ഈ സിനിമാ മേഖലയിലുള്ളവരെല്ലാം ഭൂരിഭാഗം പേരും മോദിക്ക് സ്തുതി പാടുന്ന ഒരു സമയത്ത് രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ താപ്സി പന്നു ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു അനുകൂല കമന്റുകൾ കൂടി ഇപ്പോൾ താപ്സി ശരി, നന്ദി അഖില. വിവരങ്ങൾക്ക് ഏതായാലും മാത്രത്തിൽ വലിയ തോതിൽ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടുമായി നിന്നിട്ട് നടക്കുകയാണ്. അവർ നരേന്ദ്രമോദിയാണ് തൻ്റെ നേതാവ്, തനിക്കിഷ്ടമെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷേ എനിക്കിനിയും ജീവിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. എനിക്കിനിയും നന്നായിട്ട് ജീവിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് തന്നെ തുടരണമല്ലോ, അദ്ദേഹം തന്നെ തുടരണമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വിശദീകരിച്ചിട്ട് വേണമെങ്കിൽ രക്ഷപ്പെടാവുന്ന സാഹചര്യം ഇപ്പോഴും താപ്സി പന്നുവിന് മുന്നിലുണ്ട്. എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാണാം.